എന്താ സ്കീം എന്താ? മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ്. എന്താ സ്കീം? സ്കീം എന്താ ഒസാമ പറഞ്ഞിട്ട് അടുത്ത് പറയാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞു എത്ര തന്നെ. ഏതാ സാമ? മീൻ മീ മാർക്കറ്റിലാ? ഓ അപ്പൊ അത് സിമ്പിൾ മനുഷ്യനാണ്. അപ്പൊ എന്താ ഒരു ദിവസം അങ്ങനെ വന്നപ്പോ പുള്ളി കണ്ടതാണ് നമ്മള്. മാർക്കറ്റിൽ വന്ന്. പുള്ളി 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 റോഡ്സ് റോയ്സിൽ വന്നു. റോഡ്സ് റോയ്സിൽ എന്നിട്ട് എന്ത് മീനാ കണ്ണൻ ചാളയാ? മറ്റേ മറ്റേ കൊഞ്ചില്ലേ മറ്റേ സ്കുറിലാ? ഇംഗ്ലീഷ് സ്കുറിലല്ല, അണ്ണാനാ ഒക്ടോപ്പസ് അണ്ണാരക്കണ്ണാനാ? ഒക്ടോപ്പസ് 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 സ്കുറിലാണ് സ്കുറിൽ മറ്റേത് അത് അണ്ണാൻ അണ്ണാൻ എല്ലാവർക്കും വലിക്കാനത്തില്ല. എല്ലാരും 4 കാലൊക്കെയുള്ള അളിയാൻ കണ്ടിട്ടില്ലേ ആ മറ്റേ എനിക്ക് നെഞ്ചോനെ ഓർമ്മ നിന്റെ അവിടെ സംസാരിച്ചിട്ട്. ഇങ്ങനെ ബിസിനസ് വേണ്ട, വിളിച്ച് പറ. നീ വെറുതെ എന്റെ നമ്പറിൽ ആരാ? എന്റെ അളിന്റെ നമ്പർ പറഞ്ഞേ, സേവ് ചെയ്യട്ടെ. 471 റിങ് ചെയ്യണ്ട. 471 അടിച്ചിട്ട് ഇതല്ലേട്ടാ നമ്പർ മാറിപ്പോ 471. കോൾ വരുന്നതായിരിക്കും മൈ. ശരിക്കും ഒച്ചേക്കണം. തവണ നിന്റെ കോള് വരണം മൈ. എനിക്ക് ഒച്ചേക്കണം തേങ്ങ. എന്താ റേഡിയോയിൽ പ്രശ്നം ഉണ്ടായ റേഡിയോ കയറണേ. ഒന്നുമില്ല, നീ റെഡി കയറാൻ പറ്റത്തില്ല എനക്ക്. നീ ഇങ്ങനെ കയറാൻ കൂട്ടുകാരാ. ഇത് ഇങ്ങനെ ഇടക്കിടക്ക് പറയണ്ട, അറിയാത്തവരുണ്ട്. ലൈവായിട്ടാണ് തുടങ്ങിയത്. അല്ലയാ ചന്ദ്ര, നമ്മളെ ഈ തോക്ക് ബിസിനസ് ഒക്കെ നമുക്ക് ഭയങ്കര ഒരു റിസ്ക് ഉള്ള ബിസിനസ്സാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡെയിലി പ്രൊഡക്ട്സ് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. സോപ്പ്, പേസ്റ്റ്, മറ്റേ ഇത് ഹാർബിക്ക്, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബ്രാൻഡ് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്യണം. സെക്കൻഡ് ലൈവായിട്ടൊക്കെ തുടങ്ങിയത്. ഈ ഗണ്ണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വർഷത്തില് അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടുമ്പോൾ 20 വർഷം കൂടുമ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു. പക്ഷെ ഡെയിലി പ്രൊഡക്ട്സ് അങ്ങനെയല്ല, മനസ്സിലായില്ലേ? ഈ പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് മാസം വാങ്ങിക്കണം. ഈ ഗൺ ഡീലിങ്സ് വേണോ നമുക്ക്? ഇപ്പൊ വീണ്ടും ഞാൻ പോയി ഗണ്ണൊക്കെ കട്ട് കാണണം, വീണ്ടും എന്നെ ചവിട്ടി പുറത്താക്കി. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. എന്നെ കൂടെ കൂട്ടാം. ഗണ്ണെടുക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ. എനിക്കെന്തോ അത് ഇഷ്ടമാണ്. ഞാൻ ബാക്ക് സീറ്റ് വിളിച്ചു. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറൊരു ബ്രദറിനെ. അതെ, ഈ ബ്രദർ തന്നെ പുള്ളി. അതെ. അത് ഇതുപോലെ ഒസാമ കുറച്ച് മീറ്റിംഗിലാണ്, ബിസിനസ്സിലാണ്. നാളെ ആകുമ്പോ എത്തും. അപ്പോ പുള്ളി ഇതുപോലെ ചോദിക്കാൻ പറഞ്ഞിരുന്നു, ഇന്നത്തെ ഇത് എന്തായി, സ്റ്റാർട്ട് ചെയ്തോ, അതെന്തെങ്കിലും ഓപ്പുണ്ടോ? എനിക്കതൊക്കെ സത്യം പറഞ്ഞ സാബുഗുരു സിറ്റിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ എനിക്കതിലൊരു കറക്റ്റ് ഒരു കാര്യം അറിയണമായിരുന്നു. അത് ഒസമ്മയടുത്താണോ ചോദിക്കണ്ടേ? അങ്ങനെ മുഴുവനായിട്ട് പുള്ളി എടുത്ത് പറയാനാണെങ്കിൽ നാളെ ആകുമ്പോ പുള്ളി എത്തും. ഇന്ന് അപ്ഡേറ്റ് ചോദിക്കാൻ കരുതിയതാണ്. അഥവാ ഇൻ കേസ് അഥവാ വേറെ എന്തെങ്കിലും വഴി കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും. കാരണം അതായത് ഒരു സെക്കൻഡ് മാക്സിമം ബ്ലാക്ക് അല്ലേ നമുക്ക് വേണ്ടുന്നത്? ഒരു സെക്കൻഡ്, എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മീറ്റിംഗില് വന്നോണ്ടിരിക്കുക. ഇപ്പൊ ഒരാടാ എടുത്തു വെച്ച്
ഹലോ വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. ഹലോ 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 ആ, ആ പറഞ്ഞോ. അത് തന്നെ. അത് തന്നെ നോക്കിയിട്ട് അത് വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ അതുവഴി ഒന്ന് പിന്നെ പറയാൻ പറഞ്ഞു. നിങ്ങൾ ലാസ്റ്റ് എത്രയാണ് പറഞ്ഞ എൻ്റെ അടുത്ത് റേഷ്യോ? പറഞ്ഞു ഒന്ന് പിന്നല്ലേ മീറ്റ് ചെയ്തേ ജേടാ. ഹലോ ലാസ്റ്റ് പറഞ്ഞ നമ്മള് റേഷ്യോ എത്രയായിരുന്നു? മേടിച്ചത് 2-നാണ്. ആ, എന്ത് അതായത് എനിക്കൊരു മെസ്സേജ് അയച്ചില്ലായിരുന്നോ? 1:2. ആ, മെസ്സേജ് ഇടാം, മെസ്സേജ് ഇട്ടേക്കാം, മെസ്സേജ് ഇട്ടേക്കാം. ഓക്കെ. You have reached an automated voice message. അപ്പൊ എന്നെ ഇന്നലെ കണ്ട ഈ പുള്ളിയല്ലേ എന്റെ സംസാരിച്ചേ? അതെ അതെ. ഓക്കെ 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 ആ, ഓക്കെ ഓക്കെ ഓക്കെ. 2.25. പിന്നെ ബോസ് എത്രയാന്ന് വെച്ചാൽ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും കുറച്ച് അത് ഞാൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. 2 ഞാൻ മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ ഇടാം. മനസ്സിലായി 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 മനസ്സിലായി. You have reached an auto. ഫോൺ ഫോൺ ഓക്കെ 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 മെസ്സേജ് മെസ്സേജ്. അതിനും താഴോട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലതായിരുന്നില്ല മുന്നേ. ഇതിന്റെ താഴോട്ട് എത്ര കുറയോ അത്രയും കൊള്ളായിരുന്നു. അത് ബോസിന്റെ ഇത്. ഓക്കെ. ഒരു സെക്കൻഡ്. എനിക്കപ്പോ എത്ര CR ആണ് ടോട്ടൽ അയച്ചത്? ഞാനത് ബാങ്കിൽ ഇട്ടാണ് മറന്നുപോയി. എത്ര CR ആണ് അയച്ചത്? 600. 600 CR. ഇതാരാന്ന് പറഞ്ഞേ? ഹലോ ഹലോ ഹലോ. ആ പെട്ടെന്ന് ചെക്ക് ചെയ്യണേ. 600. 600 അല്ലല്ല. ബണ്ണി എന്നുള്ള നമ്പറാണ്. ആ നമ്പറിലൊന്ന് ചെക്ക് ചെയ്യോ? ഫുള്ള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലല്ല. എന്താ സ്കീം എന്താ? ആ, മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ്. എന്താ സ്കീം? സ്കീം എന്ന് ഒസാമ പറഞ്ഞിട്ട് പറയാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഏതാ സാമ? ഇതിപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ പുള്ളി ഇവിടെ ഇല്ല, അതാണ് ചോദിക്കാൻ പറഞ്ഞത്. ഒസാമ എങ്ങോട്ടാ പോയെ? ഒസാമ നാളെ വരും. അല്ലെങ്കിൽ നാളെ ഒസാമ വരുമ്പോ ചോദിച്ചിട്ട് കൺഫേം ആക്കിയാൽ മതി. ഒസാമ എങ്ങോട്ടാ പോയെ? ഓക്കെ. ഒസാമ എങ്ങോട്ടാ പോയെ? ഒസാമ പുറത്തു പോയേക്കാ. ഒസാമ ഇനി നാളെ വരും. നാളെ വരും. ഫൈനലി അത് അപ്ഡേറ്റ് ചെയ്യാനാ പറഞ്ഞത്. അഥവാ എന്തെങ്കിലും ബിസിനസിന് ആ നമ്മള് ബ്രോ അടിച്ചിട്ടത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ ആണെങ്കിൽ ഒസാമ വന്നതിന് ശേഷം ചോദിച്ചെന്താന്ന് വെച്ചാൽ കൺഫേം ചെയ്യും. വണ്ടി കയറി വാ. വണ്ടി കയറി വാ. ചന്ദ്രൻ ഒസാമയുടെ പ്രദേശാട്ടാ കിടക്കുന്നത്. ആരാണ്? ഒസാമയുടെ പ്രദേശം അടിച്ചിട്ട്. എന്നിട്ട് എന്താ ഈ ബ്രദറിന്റെ കറക്റ്റ് കണക്കുകൾ അറിയാത്ത? വന്ന ആ ബ്രദർ അല്ല വന്നത്, അപ്പയനെന്ന ബ്രദറാണ്. ആ ബ്രദർ വന്നു, പക്ഷേ ബ്രദേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കണക്കുകളൊന്നും ഇങ്ങോട്ട് കറക്റ്റ് ആവില്ലല്ലോ. അവര് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലേ കാര്യങ്ങള്?
കറക്റ്റായിട്ട് ചോദിക്കട്ടെ ബാക്കി. അല്ല ചോദിക്കണ്ട ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം ഒന്ന് പറയാമോ? ഞാൻ ഇപ്പൊ നീക അവന്റെ പോക്കറ്റില് കൈയിട്ട് ഫോണും സാധനങ്ങളൊന്നും എടുത്തിടാ. നീക ഫോണെല്ലാം എടുത്ത് ഫോണും സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടേ. വണ്ടിയിൽ വെക്കട്ടെ. സാറിന്റെ പേരെന്താണ് സാർ? സോറി സാർ, ഫോട്ടോ ക്ഷമിക്കണം. റേഡിയോ. ഹലോ, പേരെന്താണ്? പാപ്പി. ആ ചത്ത കിടന്ന വെള്ളം കൂടിയാണ് എല്ലാം അറിയാന്നുള്ള. അവനാണ് അവന്റെ കൂടെ വന്നത്. എന്നെ കൊണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവനെ കൂടെ എടുത്തെങ്കിൽ ബാക്കി അവൻ പറയുമായിരുന്നു. ആ നമ്മളിപ്പോ പുള്ളി പറഞ്ഞു വിട്ടത് നമുക്ക് അതറിയില്ല. അത് പുള്ളി അടുത്ത് തന്നെ ചോദിക്കണം. ആ അവിടെ വീട്ടിലോട്ട് കയറി. വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്തുണ്ട്. ഞാൻ അകത്തായിരിക്കും. റോളുണ്ടോ? ആ റോളുണ്ട്. റോള് ഇപ്പൊ ഇല്ല. അകത്ത് അല്ല, പുള്ളി വന്നാലേ നീ പോയിട്ട് ഡോറും തുറ. റോളില്ലടാ. എന്താ അടിക്കല്ലേ? ഡോറ്. എടാ ഇവിടെ റോഡ് പോലും ഇല്ലാത്തവനാണോ ഇത്ര വലിയ വെള്ളയും പച്ചയൊന്നുമില്ല. തുറന്ന് ഒസാമ വന്നാലേ എനിക്ക് റോള് കിട്ടുള്ളൂ. സാമ വന്നു കഴിഞ്ഞാ കിട്ടുന്ന റോളാ നിനക്കുള്ളേ. നിന്നെ വിട്ടത് ഇത്രയും വലിയൊരു ഡീലിങ്സിന് വരുമ്പോ ഇവിടെ റോഡ് കൂടി ഇല്ലാത്ത ഒരാളെയാണ് വരുന്നത്. കേറി ഇവിടെ കേറ്. പിന്നെ ഇതെന്ത് അമ്പലപ്പറമ്പില കളിത്തോക്ക ഇത്? നമ്മുടെ സോഴ്സ് എന്താ? നിങ്ങളുടെ സോഴ്സ് എന്താ? നമ്മുടെ സോഴ്സ് ഇത് തന്നെ സോഴ്സ് ഏത്? ഇങ്ങോട്ട് ഒരു സെക്കൻഡ് വെയിറ്റ്. ഹലോ ചന്ദ്ര. ഹലോ, കസാമയുടെ അനിയനെന്ന് പറഞ്ഞ വിളിച്ചു പറഞ്ഞുണ്ടോ? അത് ഞാനാ. എന്നെ ഇപ്പൊ അടിച്ചു വന്നത്. അനിയന്മാർ തന്നെയാണാ? ഓ, എനിക്ക് വിശ്വാസമില്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ അടിക്കുന്ന പുള്ളി ഏറ്റവും മൂത്ത ബ്രദറാണ്. പുള്ളിക്ക് അങ്ങനെ വലിയ കണക്കുകളൊന്നും അറിയത്തില്ല. ആളെയാണോ കൊണ്ടുവരണ ഈ പരിപാടിക്ക്? നമ്മള് മൂത്തതായിട്ടല്ലേ നമ്മള് വിട്ടത് പറയുന്നത്. മൂത്ത പുള്ളിയില് സംസാരിക്കട്ടെ. നീ കന്നൊന്നേ ഒരു സെക്കൻഡ് വെയിറ്റ്. വേണമെങ്കിൽ ആ വീട് വെറുതെ അടിച്ചു തരാം. വെയിറ്റ് ഊമ്പിച്ചല്ലേ? നമ്മള് ഊമ്പി നമ്മുടെ ബിസിനസ് ഊമ്പി ഇവനെയും കൊന്ന് അവന്മാരെയും കത്തിച്ചങ്ങ് വിട്ടാ പോരെ? ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തിനിപ്പൊ കൊന്നേ? ഞാൻ ഞെട്ടിപ്പോയി. അമ്മ പറഞ്ഞിട്ടൊക്കെ വെടിവെക്ക്. അളിയ ഞാൻ ചെയ്യുന്നതെന്ന് പറയട്ടെ. ഇനി ഞാൻ വിചാരിച്ചത് ഇനി ഇത് വേറെ ഏതേലും ഇത് മണത്തറിഞ്ഞിട്ട് വേറെ ഏതേലും എതിർ ശക്തികൾ ആരെങ്കിലും വന്നിട്ട് നമ്മളെ സംസാരമൊക്കെ ക്ലിയർ അല്ലേ എന്നല്ലേ? അതാണ് നമുക്ക് ആ ഒരു സസ് വന്നല്ലേ? ഒരു ക്ലാരിറ്റി ഇല്ല. ഇതെന്താ ഇത്? ഒരു കുന്തം അറിയാത്തവനൊക്കെ ഇത്ര വലിയ ഡീലിങ്സ് ഒക്കെ വിടുന്നത്. ഒബാമനെ പറഞ്ഞതില്ല. പക്ഷെ ഒബാമ ആരാണ്? അബാമേ, സോറി മറന്നല്ലേ? പുള്ളിനെ പറഞ്ഞ പോരെ? എന്തിനാ ഇത്ര നോളജ് ഇല്ലാത്ത ആൾക്കാരൊക്കെ വിടുന്ന കളിയാ? ഇത്ര വലിയ ഡീലിങ്സ് നടക്കുമല്ലേ? അപ്പൊ നമ്മുടെ പോലെ തെറ്റൊന്നുമില്ല. വാ നമുക്ക് സംസാരിക്കുന്നുള്ളൂ. വന്നേ. നമുക്ക് നമ്മുടെ ജീവനിലും ഇത് പേടിയുണ്ട്. എന്റെ റീബാ ക്ലാസ് അല്ലേ പോയത്? മറ്റേ ഒന്ന് എടുത്തോട്ടെ. ഉസാമ വാ. കണ്ണുകൊണ്ട് നോക്കണം. വന്നേ ഇതിന് വല്ല നാണക്കേട് കാണിക്കണ്ടേ? വന്നേ, നമുക്ക് അവന്മാരെ കാല് പിടിക്കാം. എന്നിട്ട് പറയാൻ പറ്റും. ഇവന് 5 കൊടുത്താലാ
അഞ്ചാമത്തെ കൊടുത്തിട്ട് പറയാം ഇൻഫോം ചെയ്യണ്ടെന്നുണ്ട്. അതെ സാർ മിസ്റ്റർ പേരെന്തായിരുന്നു ബ്രോ? 700 കോടി എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉടനെ തന്നെ റിട്ടേൺ അത് നമ്മള് ഉടനെ റിട്ടേൺ ചെയ്യും. അല്ല ഞാൻ ഒന്ന് പറയട്ടെ, പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത് അതിന്റെ അപ്ഡേറ്റ് മാത്രം ചോദിക്കാണ്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി അത് ചോദിക്കാൻ മാത്രമായിട്ടാണ് ഞാൻ വന്നത്, അതിന്റെ അപ്ഡേറ്റ് മാത്രം. ബാക്കി എന്റെ പേര് ഇത് റിവീൽ ചെയ്യാൻ കാരണം വേറൊരു ഫാമിലിയില് മെമ്പറാണ്, ഒരു പൊസിഷനിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ മറ്റേ ആ വെള്ളമുടിയില്ലേ, ഹലോ അതെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത പറഞ്ഞോ. വെള്ളമുടിയില്ലേ, വെള്ളമുടി അവന്റെ കൂടെ ആണ് മറ്റേ ആദ്യം നിങ്ങൾക്ക് സംസാരിക്കാൻ വന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? പിന്നെ ഈ ബണ്ണി എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് ഇന്നലെ എന്നെ ഡീൽ ചെയ്തത്. അത് ബണ്ണി അല്ലല്ലോ. പക്ഷേ അത് ബണ്ണിയല്ല, അത് ബണ്ണിയല്ല. ബണ്ണി തന്നെ ബണ്ണി എന്ന പിന്നെ ഫോൺ എടുക്കത്തെ? ബണ്ണി ഇല്ല, സിറ്റിയില്ല. അപ്പൊ എന്റെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞത് അയാൾ, അതായത് ആ വെള്ളമുടിയാണ് ജേഡനാണ്. വെള്ളമുടി ബണ്ണിയല്ല, വെള്ളമുടി ജേഡനാണ്. അവനാണ് ബണ്ണിയാണ് എന്റെ അടുത്ത് ഈ അതായത് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത ആള് ബണ്ണിയാണ്. അപ്പൊ ഞാൻ കരുതിയത് ബണ്ണി എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് ഇതിലൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഇന്നലെ ഡീൽ ചെയ്ത ആളെ എനിക്ക് നേരിട്ട് കണ്ടിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞത് ആ വെള്ളമുടി എന്ന് പറയുന്നത് ആ പുള്ളിയാണ് ഡീൽ ചെയ്തത്. പക്ഷെ ആ പുള്ളി ബണ്ണിയാണ് ബോസായിട്ട് ഡീൽ ചെയ്തത്. പക്ഷെ മിസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ്ങില് ആ ബണ്ണി ഈഡനാണെന്ന് ബോസ് തെറ്റിദ്ധരിച്ചു. അതാ കണക്ക്. ഒരാവേശത്തില് പറയുന്നതിന് മുമ്പ് തന്നെ അല്ല ഇത് മനുഷ്യരല്ലേ ബ്രോ, പറ്റില്ലേ നമുക്ക് മനുഷ്യന്മാരൊക്കെ അങ്ങോട്ട് ക്ഷമിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ? അത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, കൊറേ എണ്ണ ഉണ്ട്. ഒരു അപ്ഡേറ്റ് മാത്രം ചോദിക്കാന്നുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് എനിക്ക് എന്റെ മനസ്സിൽ ആ സസ്പീഷ്യസിന്റെ വിത്ത് അരിയും പറയും അറിയാത്ത കൊറേ എണ്ണം. ജയുടെ എന്താ ഇവിടെ നിൽക്കുന്നത്? അതോട്ട് വരിക. വണ്ടി നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ ഒരു പ്രാങ്ക് ചെയ്തായിരുന്നു കേട്ടോ. അല്ല അത് നമുക്കറിയാം അത് നമ്മള് ചെറിയൊരു ഒറ്റ ബുദ്ധിയുടെ ഒരു കുഴപ്പം ഞങ്ങൾക്കുണ്ട് ഫാമിലി ആയിട്ട്. ഇനി ഓക്കെയാണ്. നമുക്ക് സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല. ഇന്ന ഇതിലെ ബണ്ണി ഉണ്ടല്ലോ, അപ്പൊ ബണ്ണിയുടെ ലുക്ക് ഇയാൾക്കില്ലായിരുന്നു. അപ്പൊ ജെയ്ഡനാണ് എന്നെ പണ്ട് തൊട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ആള് ജെയ്ഡനാണ്. ശരി, അപ്പൊ ജെയ്ഡൻ നിങ്ങൾ ഇരട്ടകളാണോ? ജേഡൻ അപ്പുറത്ത് ഞാനാ വിളിച്ചത്. ഞാൻ ജെയ്ഡനും തള്ളേ ലൂപ്പിലായി ഞാൻ. ഓക്കെ, അപ്പൊ നിങ്ങളാണ് എന്നെ വിളിച്ച ആൾക്കാര്. പക്ഷെ നിങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ബണ്ണീനെ മാത്രമാണ്. അപ്പൊ ഞാൻ കരുതിയത് ചെറിയൊരു ബിസിനസ് യാത്രയിൽ ഞാൻ പെട്ടുപോയി. അങ്ങനെ ഞാൻ അന്ന് വരാത്തില്ല. അപ്പൊ ഞാനും നമ്മുടെ ഒരു മൂത്ത ചേട്ടനും ജോലിയും കൂടെ വരാനായിരുന്നു പ്ലാൻ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഞാൻ ഇന്നലെ ബണ്ണിയാണെന്ന് കരുതിയിട്ടാണ്. ഇപ്പൊ ബണ്ണികളല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ പുറമെ വേറെ ആരെങ്കിലും കളിക്കുന്നുണ്ടാവും. ഓൾറെഡി ഒസാമയ്ക്ക് ഒത്തിരി ശത്രുക്കൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ. ഒസാമയ്ക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ട് ഓൾറെഡി. അപ്പോ ഇനി ഇത് ലീക്കാക്കാൻ വേണ്ടി എന്തായാലും നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഒസാമ ഇത്രയും വലിയൊരു കാര്യം ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലല്ല ഇനി നിങ്ങൾക്ക് എനിക്കിപ്പൊ ജേടനെ ഇനി ഞാൻ ജത്താലും മറക്കൂലല്ല. പ്രത്യേകിച്ച് ഈ പുള്ളിക്കാരനെ ഇനി മറക്കത്തേ ഇല്ല. ഇത് എന്റെ ഫ്രണ്ട് നിൽക്കുന്ന വേറെ ഏതെങ്കിലും സോഴ്സിൽ അതൊന്ന് അപ്ഡേറ്റ് ആക്കാൻ പറ്റൂല്ലോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇതിപ്പം ബ്ലാക്ക് കളക്ട് ചെയ്യാന്നുള്ളതല്ലേ നമ്മുടെ ഓപ്ഷൻ.
അതെ 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 ഓക്കെ, അത് നമുക്ക് 2.25 കിട്ടിയ ആരുടെ നിന്നാലും നമുക്ക് മേടിക്കാലോ. മേടിക്കാം. 2.25 കുറച്ച് എത്ര വാങ്ങിക്കോ അതായിരുന്നു ഒന്നുകൂടെ അതില്. ഓക്കെ, അത് അതിൽ നിന്ന് കുറച്ച് അത്രേ നല്ലത്, അത്രേ ഉള്ളൂ. അത്ര അതെ, നല്ല അത്ര അതെ, അതെ. ഓക്കെ 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 ഫൈൻ. അതായത് സാബ്ഗുരുവിന്റെ എത്ര നേരത്തെ- ഉണ്ടാവും ബ്ലാക്ക്? ഇതിന്റെ ഇത്ര കാണാൻ സാബ്ഗുരുവിന്റെ വെച്ചാൽ അല്ല ബ്ലാക്കിന്റെ ബാങ്ക് ഉള്ളേ. അതെ 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 Okay. ബാങ്കിന്റെ അതായത് നമ്മൾ എടുക്കുന്നതിൽ നിന്ന് ഇത്ര പെർസെന്റേജ് അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്കി ഞാൻ ഏറ്റ് അപ്ഡേറ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ എന്തായാലും ഒരു ഇങ്ങോട്ട് 800 കോടിക്ക് മേളിൽ എന്തായാലും കാണും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ, ഒരു 1 കോടി ബ്ലാക്കിന് 2 റേഷ്യോ ഇട്ട് ഇപ്പോൾ 2.2 റേഷ്യോ ആണെങ്കിൽ എത്ര വരും? ഇങ്ങനെ കണക്കൊന്നും പെട്ടെന്ന് ചോദിക്കരുത്. ഒരു ഇതാണ് ഞാൻ second. മിണ്ടാതെ നോക്കാം. Guys, എത്രയായിരിക്കും ഒന്ന് പറഞ്ഞേ. കൂട്ടാൻ വയ്യ, ഒന്ന് കൂട്ടട്ടെ. 2 കോടി വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 കോടി ബ്ലാക്ക് കിട്ടും. നോക്കാം. 2.2 ആണെങ്കിൽ ഇപ്പൊ 1:2 ഇപ്പൊ ഒരു 10 ഡീലാക്കിയതുണ്ട്. 10 1:2 കോടി ബ്ലാക്ക് അല്ലേ? 20 ചാറ്റിനെ വിശ്വസിക്കണം. ഒരു കോടി വൈറ്റ് ചാറ്റിലുള്ള എല്ലാം അപരാധി മക്കളാ. മേടിച്ചു കഴിഞ്ഞാൽ 2 കോടി വൈറ്റ് കൊടുക്കും. ഓക്കെ. സോ ഞാൻ ഇന്നോട്ട് ഞാൻ മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഒസാമ അടുത്തൊന്ന് അറിയിച്ചാൽ മതി, ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇന്നിപ്പോ നടന്നതെന്ന് ഒസാമ അടുത്ത് പറയണ്ട, ആൾക്ക് ബേഡാവും. നമ്മൾ തമ്മിൽ ഇരുന്നാൽ മതി, നമുക്ക് ഒരു ഇല്ല, നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കേട്ടാ സമയം കുഴപ്പമൊന്നും മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായോ? ചന്ദ്രനെ എപ്പോഴും ഒരുപടി ചിന്തിച്ച് നമ്പർ സേവ് ആവട്ടെ. സെക്യൂരിറ്റി അടിക്കുന്ന പേരെന്തായിരുന്നു? സെക്യൂരിറ്റി എന്നെ ഇവിടെ ഇത് മെയിൻ ആയിട്ട് ഇതില് അതായത് ഒരാൾ നമുക്ക് ഡീറ്റെയിൽ അറിയാത്തതിന് കാരണം അത്രയും ഓരോരുത്തർക്കും വേറെ കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കുന്നത്. തമ്മിലാർക്കും എന്താ ഫുൾ ഡീറ്റെയിൽ ആരത്തൊക്കെയാലും അറിയാൻ പറ്റില്ല. അതാണ് മനസ്സിലായി. 3 ഫാമിലിയാ. ഉറപ്പെട്ടു. എന്തായാലും ഞാൻ നന്നായി ഡീൽ ചെയ്യാം എന്തായാലും. ഓക്കെ, താങ്ക് യു. സോറി ഫ്രം അവർ സൈഡ്. അതെ, ഫ്രം അവർ ബോട്ടം ഓഫ് ഹാർട്ട് സോറി. അങ്ങനെ പറയല്ലേ, നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യമേ അല്ലല്ല, നമ്മള് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്റെ ആക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊരു എതിരാളിയാണെങ്കിലും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ സത്യല്ലേ, അവൻ വരണ്ട പോലെ മറ്റേ വേറെ അനക്കാൻ പോലും സമയം കിട്ടത്തില്ല. പിന്നല്ലേ ഗുഡ് മൂവ് ആണ്. ഞാനത് കണ്ണടച്ചത് പിന്നെ കണ്ണുറന്ന് EMS വന്നപ്പോൾ ഇപ്പൊ ഫസ്റ്റിലേക്ക് തന്നില്ലേ, അത് എപ്പോ തീരും അപ്പോഴത്തേക്ക് സ്പോട്ടിൽ വിളിച്ചാൽ മതി. അപ്പൊ അടുത്തതേക്ക് എത്തിക്കാം. അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങട്ടെ എന്തായാലും. ബൈ. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ പോയിട്ട് ഗണ്ണ് ഉണ്ടാക്കാനുള്ള ഇത് വാങ്ങിക്കട്ടെ, ഇരുമ്പ് പാലയാ. ഇല്ല, അവൻ കാര്യങ്ങളൊന്നും കേട്ടില്ല. ശരി. ബാക്ക്ഗ്രൗണ്ട് സോങ് ഇട്ടേ. എന്താ പറയണേ? ഗണ്ടീലിംഗ് അല്ലേ? ചന്ദ്ര എന്തൊരു ഇതൊക്കെ കൃത്യമായിട്ട് പറയണ്ടേ എന്നോട്. ഞാൻ പാട്ടുണ്ടല്ലേ എന്റെ